Praise the Lord. Praise the Lord. Hallelujah. Hallelujah. അഭിഷേകാഗ്നി വചന ശുശ്രൂഷയെ സംബന്ധിക്കുവാൻ കർത്താവിനാൽ പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ട നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിനും ഈശോയുടെ തിരുഹൃദയത്തിനും പ്രതിഷ്ഠിക്കുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഒഴുകുന്ന സ്നേഹം കൊണ്ട് നിങ്ങൾ നിറയട്ടെ. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മുടെ സഹോദരങ്ങളെ തിരുഹൃദയ പ്രാർത്ഥന ലുത്തിനിയയിലൊക്കെ പല പ്രാർത്ഥനകളാണ് ഇങ്ങനെ ആശംസകളായിട്ട് തരുന്നത് കേട്ടോ. അതെല്ലാം ഒരു പ്രാർത്ഥനയാണ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ നാളുകളിൽ ബഹുമാനപ്പെട്ട സേവർക്കാൻ വട്ടാലച്ചനിലൂടെയും സോജി അച്ഛനിലൂടെയും സാംസൺ അച്ഛനിലൂടെയും അങ്ങനെ കർത്താവിൻ്റെ വലിയ അനുഗ്രഹങ്ങളും ദൂതുകളും ഈ നാടുകളിൽ കർത്താവ് ഈ അഭിഷേകത്തിലൂടെ നമുക്ക് തന്നുകൊണ്ടിരിക്കുകയാണ്. അതിനെല്ലാം ഓർത്ത് കർത്താവിന് പ്രത്യേകം നന്ദി പറയണം. ശാലോം ടെലിവിഷനെ ഓർത്ത് നന്ദി പറയണം. ശാലോം ശുശ്രൂഷകരെ ഓർത്ത് നന്ദി പറയണം. അതുപോലെ തന്നെ ഈ അഭിഷേകത്തിൻ്റെ റെക്കോർഡിങ്ങിന് വേണ്ടിയുള്ള ശുശ്രൂഷകരെ ഓർത്ത് നന്ദി പറയണം. അതുപോലെ തന്നെ ഇങ്ങനത്തെ വിഷയങ്ങൾ തരുന്ന സ്വർഗത്തിന് സർവോപരി മഹത്വം കൊടുക്കണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതുപോലെ തന്നെ ഈ ശരിക്കും പറഞ്ഞ ഈ അഭിഷേകം ഇങ്ങനെയുള്ള കാര്യം പുതിയ തലമുറയ്ക്ക് ഒരുപാട് പേർക്ക് അറിയത്തില്ല. അപ്പോൾ നിങ്ങളൊന്ന് പറഞ്ഞ് അറിയിക്കണം. എന്താ ഇങ്ങനെയൊക്കെ ഇതുണ്ട്, നിങ്ങൾ കാണണം. പറഞ്ഞാലും വിളിച്ചാലുമാണ് സുവിശേഷ വേലയുടെ ഒരു രീതി അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യണം. പിന്നെ ശനിയാഴ്ച ഉപവാസം എടുക്കുന്ന കാര്യമൊക്കെ പ്രത്യേകം ഓർപ്പിക്കുന്നു കേട്ടോ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം, ഒന്നായിട്ട് കർത്താവിനെ ആരാധിക്കാം. പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ 23 നിങ്ങളുടെ ദൈവമായ കർത്താവിനെ ആരാധിച്ചാൽ ഒരുപാട് അനുഗ്രഹങ്ങളാണ്. ഭക്ഷ്യവും പാനീയം ആശീർവദിക്കും, രോഗങ്ങൾ നിർമ്മാർജ്ജനം ചെയ്യും, ഗർഭജത്തിനുമ്പോൾ വന്ധ്യത നിങ്ങളുടെ നാട്ടിലോ നിങ്ങളുടെ ദേശത്ത് ഉണ്ടായിരിക്കില്ല, നിനക്ക് ദീർഘായുസ്സ് നൽകും. യോദ്ധ്യത്തിൻ്റെ പുസ്തകത്തിൽ വചനമുണ്ട്. വചനം ഇതാണ്: ഈ ഇസ്രായേൽക്കാർ എന്തുകൊണ്ടാണ് ആർക്കും പരാജയപ്പെടുത്താൻ സാധിക്കാത്തത്? കാരണം പറയുകയാണ്, ഇവർ പൂർവികരുടെ തിന്മ നിറഞ്ഞ മാർഗങ്ങൾ ഉപേക്ഷിച്ച് തങ്ങൾ അറിയാനിടയായ സ്വർഗസ്ഥനായ ദൈവത്തെ ആരാധിക്കുന്ന ജനമാണ്. പുതിയ നിയമത്തിലേക്ക് വരിക. ഉദ്ധിതനായ ഈശോയെ കണ്ടപ്പോൾ അവർ അവൻ്റെ പാദങ്ങളിൽ കെട്ടിപ്പിടിച്ച് ആരാധിച്ചു എന്ന വചനമാണ്. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 4-ാമത്തെ അധ്യായത്തിൽ അവരിങ്ങനെ ആരാധിക്കുകയാണ്. ദൈവശക്തി പ്രകടമാകുക. നമുക്ക് ആരാധിക്കാം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഹല 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 ഹല. യേശുവ ആരാധന 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 ആരാധന. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ അപ്പാ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങേ മഹത്വപ്പെടുത്തുന്നു. നിങ്ങൾ നിങ്ങളുടെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ മനസ്സോടെ ആരാധിക്കണം, സ്നേഹിക്കണം. ഓ കർത്താവേ, ആരാധിക്കുന്ന സമൂഹത്തിൽ വലിയ ഇടപെടൽ നൽകുന്ന കർത്താവിൽ ഞങ്ങൾ വിശ്വസിച്ച് ആരാധിക്കുന്നു. സ്വർഗസ്ഥനാമന്റെ രാജാവേ, അത്യുന്നത സ്നേഹരാജാവേ, കൈയടിക്കാവോ? അഴിക്കുമൂഴിക്കുമുടയവനെ ആരാധിച്ചിടുന്നു നിന്നാമോ. സ്വർഗസ്ഥനാമന്റെ രാജാവേ, അത്യുന്നത സ്നേഹരാജാവേ, അഴിക്കുമൂഴിക്കുമുടയവനെ ആരാധിച്ചിടുന്നു നിന്നാമോ. ഓ കർത്താവായ ദൈവമേ, പഴയ നിയമത്തിലെ സംഭവങ്ങൾ ഓർക്കാണ് കർത്താവേ. അവിടുന്ന് ചെങ്കടൽ വിഭജിച്ച ദൈവമാണ്. അവിടുന്ന് ആകാശത്തിൽ മഴ പെയ്യാൻ അനുവദിക്കുകയും അടയ്ക്കുകയും ചെയ്ത കർത്താവാണ്. ഓ ദൈവമേ, പർവ്വതങ്ങളെ അഗ്നി കൊണ്ട് ആളിച്ച ദൈവമാണ് അവിടുന്ന്. ഓ ദൈവമേ, പാറയിൽ നിന്ന് ജലം കൊണ്ടുവന്ന ദൈവമാണ് അവിടുന്ന്. മേഘങ്ങളെ അഴിച്ച് തണല് തന്ന ദൈവമാണ് അവിടുന്ന്. ഓ ദൈവമേ, അപ്പം വർദ്ധിച്ച് അത്ഭുതം പ്രവർത്തിച്ച ദൈവമാണ് അവിടുന്ന്. കല്ലറ പിളർന്ന് ഉദ്ധാനം ചെയ്ത ദൈവമാണ് അവിടുന്ന്. സ്വർഗത്തിൽ നിന്ന് തീ പോലെ പരിശുദ്ധാത്മാവിനെ വർഷിച്ച ദൈവമാണ് അവിടുന്ന്. ഓ കർത്താവേ, അവിടുന്ന് വീണ്ടും വരാനിരിക്കുന്ന ദൈവമാണ്. ആരാധിക്കുന്ന ചെങ്കടലിൻ നടുവിൽ അന്ന് പാത തെളിച്ചതുപോ ജീവിത വീതികളിൽ ഇന്ന് നീ വഴി കാട്ടണമേ. ചെങ്കടലിൻ നടുവിൽ അന്ന് പാത തെളിച്ചതുപോ ജീവിത വീതികളിൽ നീ വഴി കാട്ടണമേ. തിരുനാമം
ആ തിരുനാമം വാഴ്ത്തിടാം ഞങ്ങൾ. തിരുനാമം ആ തിരുനാമം വാഴ്ത്തിടാം ഞങ്ങൾ. കൈകൾ ഉയർത്തി സ്വർഗസ്ഥനാമേ രാജാവേ, അത്യുന്നത സ്നേഹരാജാവേ, സന്തോഷിച്ച് ആരാധിച്ചിടുന്നു ഈശോ ഏക രാജാവ്, സ്വർഗസ്ഥനാമേ രാജാവേ, നമ്മുടെ കർത്താവ്, അത്യുന്നത സ്നേഹരാജാവേ, അഴിക്കുമൂഴിക്കുമുടയവരെ ആരാധിച്ചിടുന്നു നിന്നാമോ, ആരാധിച്ചിടുന്നു നിന്നാമോ, ആരാധിച്ചിടുന്നു നിന്നാമോ, ആരാധിച്ചിടുന്നു നിന്നാമോ. ഓ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, 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 ആരാധിക്കുന്നു. ഓ കർത്താവേ, അവിടുന്ന് അത്ഭുതങ്ങളുടെ രാജാവാണ്, അവിടുന്ന് വിടുതലിന്റെ ദൈവമാണ്, അവിടുന്ന് കല്ലറ പിളർക്കുന്ന ദൈവമാണ്, അവിടുന്ന് ജയിലറ പിളർന്ന് കർത്താവേ രക്ഷിക്കുന്ന ദൈവമാണ്. ഓ രോഗങ്ങൾ സുഖപ്പെടുത്തുന്ന ദൈവമാണ്, പാപങ്ങൾ ക്ഷമിക്കുന്ന ദൈവമാണ്, പിശാചുകളെ ബഹിഷ്കരിക്കുന്ന ദൈവമാണ്, അവിടുന്ന് വീണ്ടും വരാനിരിക്കുന്ന കർത്താവാണ്. എന്റെ പ്രിയപ്പെട്ട മക്കളെ, വിശ്വാസത്തിൽ പ്രഖ്യാപിക്കുക, വിശ്വാസത്തിൽ കാണുക. നിന്റെ ജീവിതത്തിന് കടബാധിതരും കെട്ടുകൾ യേശു അടിച്ചിരുന്നു. ഇല്ലായ്മെന്നത് സൃഷ്ടിക്കുന്ന ദൈവമാണ് അവിടുന്ന്. വീടില്ലാത്തവർക്ക് കർത്താവ് വീട് വെക്കാൻ വഴി തുറന്നു കൊടുക്കുന്ന ദൈവമാണ് അവിടുന്ന്. വിശ്വസിച്ച് സ്വീകരിക്കുക. ഓ കർത്താവേ, വന്ധ്യമായ ഉദരങ്ങളിൽ കുഞ്ഞുങ്ങളെ നൽകുന്ന ദൈവമാണ് അവിടുന്ന്. മക്കളില്ലാത്തവർ ഇപ്പോൾ വിശ്വസിക്കുക. നാളുകളായിട്ട് തടസ്സപ്പെട്ട് കിടക്കുന്ന ജീവിതങ്ങളിൽ ഇറങ്ങി വന്ന് തടസ്സങ്ങൾ മാറ്റി വിടുതൽ വിജയം നൽകുന്ന ദൈവമാണ് അവിടുന്ന്. പരീക്ഷ പാസ്സാകാത്തവർ വിശ്വസിക്കുക. ജോലിയില്ലാത്തവർ വിശ്വസിക്കുക. യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ വചനത്തിന് സത്യാൽ ഇപ്പോൾ ആശീർവദിക്കുന്നു. തിരുരത്വത്തിന് അത്ഭുതമായ സത്യാൽ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു. പൈശാചിക പീഡകളും തടസ്സങ്ങളും ബന്ധനങ്ങളും ആധിപത്യങ്ങളും കുടുംബങ്ങളും വ്യക്തികളും വിട്ടുമാറട്ടെ. വഴികൾ തുറക്കപ്പെടട്ടെ. സാക്ഷ്യങ്ങൾ ഉണ്ടാകട്ടെ. നേർച്ചകൾ നിറവേറ്റപ്പെടട്ടെ. ആരാധന, 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 ആരാധന. പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവും. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവും. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമുക്കിരിക്കാം. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം പ്രതിസന്ധികളിൽ പിടിച്ചു നിൽക്കേണ്ടത് എങ്ങനെ. സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയമുള്ള സഹോദരങ്ങളെ, ഒരുപക്ഷെ ചില വിഷയങ്ങൾ ചില ഓർമ്മ പുതുക്കലുകളാകാം. പത്രോസ്ലീഹ പറഞ്ഞിട്ടുണ്ട്, ഞാൻ നിങ്ങളോട് മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും നിങ്ങൾ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കും. അത് നിങ്ങൾക്ക് വീണ്ടും കൂടുതൽ സുരക്ഷിതത്വം നൽകും. ഹല്ലേലൂയ. ഹല്ലേലൂയ എന്ന് പറഞ്ഞ പോലെ ചില വചനങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതാണെങ്കിലും വീണ്ടും കേൾക്കുമ്പോൾ ഒരു ഉണർവ്, വീണ്ടും പ്രാർത്ഥിക്കാൻ കൃപ എല്ലാം കർത്താവ് തരും. ജീവിതത്തിൽ പല വിധത്തിലുള്ള പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നവരാണ് നമ്മൾ. ഏതെങ്കിലുമൊക്കെ പ്രതിസന്ധികളിലൂടെ കടന്നു പോകാത്ത ജീവിതങ്ങളില്ല. ബൈബിളിൽ തന്നെ ചിന്തിച്ചു നോക്കിയേ, അബ്രാഹാം വിശ്വാസികളുടെ പിതാവ് എന്തൊരു പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നത്. യാക്കോബിന്റെ കാര്യം ചിന്തിച്ചു നോക്കിക്കേ, അങ്ങനെ തുറന്ന് ഇങ്ങോട്ട് പിടിച്ചു കഴിഞ്ഞാൽ എല്ലാവരും ഇസഹാക്ക് ചെല്ലുന്ന സ്ഥലത്തെല്ലാം പ്രതിസന്ധികളാണ്.
സന്തോഷത്തോടെ പറഞ്ഞ ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പസ്തോലന്മാര്, യേശുവിന്റെ കൂടെ നടന്നവര്, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിച്ചവര്, പ്രതിസന്ധി ഒഴിഞ്ഞിട്ട് നേരമില്ല, അതുപോലത്തെ അവസ്ഥയാണ്. പക്ഷേ അവരുടെയൊക്കെ പ്രത്യേകത എന്ന് പറയുന്നത് പ്രതിസന്ധികൾ തട്ടി തകർന്നൊരു ജീവിതമല്ലായിരുന്നു, മറിച്ച് പ്രതിസന്ധികൾ അതിജീവിച്ച് ചരിത്രം കുറിച്ചിട്ട് പോയവരാണ്. അതുകൊണ്ട് ഈ പ്രതിസന്ധികൾ എങ്ങനെ ഇതിനെ അതിജീവിക്കാൻ ഇവർക്ക് സാധിച്ചു എന്ന് വചനത്തിൻ്റെ വെളിച്ചത്തിൽ നമ്മൾ പഠിക്കുക. ഒന്നാമത്തെ പൊതുവായി കാണുന്ന ഒരു രംഗം പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ മനുഷ്യൻ ചെയ്യേണ്ട കാര്യമെന്ന് പറയുന്നത് എന്താണ് എന്ന് ജോബിൻ്റെ പുസ്തകത്തിൽ ഒരു സൂചന കിടക്കുക. ജോബിൻ്റെ പുസ്തകത്തിൽ 11-ാമത്തെ അധ്യായത്തിൽ 13-ാം തിരുവചനം, ബുക്ക് ഓഫ് ജോബ് ചാപ്റ്റർ 11 വേഴ്സ് 13. ഹൃദയത്തെ ദൈവത്തിൽ ഉറപ്പിച്ച് കൈകൾ ഉയർത്തി പ്രാർത്ഥിച്ചിരുന്നെങ്കിൽ. ഹല്ലേലൂയാ, ഹല്ലേലൂയ. അപ്പോ ജോബ് ഒരു പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോൾ എങ്ങനെയാണ് പ്രതിസന്ധി അതിജീവിക്കേണ്ടെന്നൊരു സൂചന വചനത്തിൽ വെളിപ്പെടുത്തുകയാണ്. വെറുതെ പ്രാർത്ഥിച്ചാൽ പോരാ, ഹൃദയം ദൈവത്തിൽ ഉറപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പല വിചാരങ്ങളിലൂടെ പോയിട്ടല്ല, ദൈവത്തിൽ മാത്രം ഹൃദയത്തിലെ ഉറപ്പിച്ച് കൈകൾ ഉയർത്തി പ്രാർത്ഥിച്ചിരുന്നെങ്കിൽ. അതിനകത്തൊക്കെ കാര്യമുണ്ട്. ബൈബിളിൽ ചില ആക്ഷൻസ് ഒക്കെ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ ചെയ്യണം. പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ ദൈവത്തെ വിളിച്ച് അപേക്ഷിക്കണം, കരങ്ങളൊക്കെ ഉയർത്തി. എൻ്റെ സഹോദരൻ, അതിന്റെ സൂചന എന്ന് പറഞ്ഞാൽ വിളിച്ച് അപേക്ഷിക്കണം എന്നുള്ളതാ. നമ്മളൊരു കുഴിയിൽ കയറി കുഴിയിൽ നിൽക്കുന്ന സമയത്ത് വെറുതെ അല്ലേ കൈ ഇങ്ങനെ കൈ ഉയർത്തി വിളിക്കും. അവർക്ക് നമ്മളെ കാണാം, ഒരു സംശയമില്ല. നിങ്ങൾ നേരത്തെ എന്നാലും ചേട്ടോ ഒന്ന് രക്ഷിക്കാന്ന് പറഞ്ഞാൽ അറിയാതെ കൈ ഒന്ന് ഉയർത്തി വിളിക്കുക. വിളി മാത്രമല്ല, വിളിയോട് കൂടെ അറിയാതെ കൈയും കൂടി അങ്ങോട്ട് ഉയരുവോ അല്ലേ? വിളിച്ചാൽ മാത്രം പോരെ, കേൾക്കുകയല്ലേ? അങ്ങനെ അറിയാതെ ഒരു ആന്തലിൽ നിന്നോ ഒരു സംഗതിയാണത് അല്ലേ? അറിയാതെ കൈ ഉയർത്തി വിളിച്ചു. നിങ്ങൾ ഇത് ചോദിക്കേ, പരിചയമില്ലാത്ത ഒരാളെ പെട്ടെന്ന് കാണുന്ന സമയത്ത് നമ്മൾ വിളിക്കുന്ന സമയത്ത് അറിയാതെ കൈ അങ്ങ് ഉയർത്തി വിളിക്കും. അതിനെ വെളിപ്പെടുത്തുക. കാര്യമുണ്ട്. സങ്കീർത്തന പുസ്തകത്തിൽ 50-ാം സങ്കീർത്തനത്തിൽ 15-ാം തിരുവചനം, അനർത്ഥ കാലത്ത് എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിന്നെ മോചിപ്പിക്കും, നീ എന്നെ മഹത്വപ്പെടുത്തുകയും ചെയ്യും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരുപക്ഷെ ഈ വചനമൊക്കെ അഭിഷേകാന്നേരം 1-ാം എപ്പിസോഡ് മുതൽ കാണാൻ തുടങ്ങിയിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. അത് തുടരണം കേട്ടോ. ആദ്യ കാലത്തെ ഒരു എപ്പിസോഡൊക്കെ കാണാൻ വേണ്ടി തുടരുക. അതൊരു നല്ല ശീലമായിട്ട് എടുക്കുന്ന നല്ലതാണ്. 1000-ാമത്തെ എപ്പിസോഡൊക്കെ കഴിഞ്ഞതിന് ശേഷം അങ്ങനെ ഒരു ശീലം തുടങ്ങിയ ഒരുപാട് പേരുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോൾ അന്നൊക്കെ വട്ടാരിച്ചൻ ഒരുപാട് പറഞ്ഞിട്ടുള്ളൊരു വചനമാണിത്. അനർത്ഥ കാലത്ത് വിളിച്ചപേക്ഷിക്കണം, പ്രതിസന്ധിയുടെ കാലത്ത് വിളിച്ചപേക്ഷിക്കണം. അങ്ങനെ വിളിച്ചപേക്ഷിക്കാൻ തുടങ്ങിയാൽ ദൈവം മോചിപ്പിക്കും. പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. യോന കഷ്ടതയുടെ കാലത്തിൽ തിമിംഗലത്തിന്റെ ഉദരത്തിൽ കിടന്ന് വിളിച്ചപേക്ഷിക്കുന്ന വചനമാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹോസിയ പ്രവചനത്തിൽ വീണ്ടും കുറച്ചുകൂടി വെളിച്ചം കിട്ടുന്നുണ്ട്. ആ സമയത്ത് നമ്മൾ ചെയ്യുന്ന ഒരു പരിപാടി എന്താന്നുള്ളത് വചനം ഇങ്ങനെ ഒരു സൂചന തന്നിരിക. ബുക്ക് ഓഫ് ഹോസിയ ചാപ്റ്റർ 7 വേഴ്സ് 14. ഹോസിയ പ്രവചനത്തിൽ 7:14, ഹൃദയം നൊന്ത് എന്നെ വിളിച്ചപേക്ഷിക്കുന്നതിന് പകരം അവർ കിടക്കയിൽ വീണ് വിലപിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ പ്രശ്നങ്ങളുടെ നടുവിൽ, പ്രതിസന്ധികളുടെ നടുവിൽ, രോഗങ്ങളുടെ നടുവിൽ, തെറ്റിദ്ധാരണകളുടെ നടുവിൽ, കടബാധ്യതകളുടെ നടുവിൽ, തകർച്ചകളുടെ നടുവിൽ, പറഞ്ഞയക്കാൻ പറ്റാത്ത പ്രതിസന്ധികളുടെ നടുവിൽ മനുഷ്യൻ ചെയ്യേണ്ട കാര്യമെന്ന് പറഞ്ഞ ഹൃദയം നൊന്ത് കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്നതിന് പകരം പ്രാർത്ഥിക്കാൻ പോലും പറ്റാതെ വെറുതെ കിടന്ന് കടലിൽ കിടക്കിൽ കിടന്ന് കടഞ്ഞുകൊണ്ടിരിക്കുന്ന പോലെ കിടക്കൽ വീണ് കിടന്ന് വിലപിച്ചുകൊണ്ടിരിക്കുകയല്ലേ ചെയ്യേണ്ടത് അല്ലേ? ഹൃദയം നൊന്ത് കർത്താവിനെ കരങ്ങൾ ഉയർത്തി വിളിച്ചപേക്ഷിക്കണം. പ്രതിസന്ധിയുടെ നടുവിൽ വിളിച്ചപേക്ഷിച്ച സത്യമാണോ? ഒരത്ഭുതകരമായ ഇടപെടലുണ്ട് എൻ്റെ സഹോദരങ്ങൾ. ദാനിയേലിന്റെ ജീവിതം അതല്ലേ പഠിപ്പിക്കുന്നത്, അപ്പസ്തോലന്മാരുടെ ജീവിതം അതല്ലേ പഠിപ്പിക്കുന്നത്, സൂസന്നയുടെ ജീവിതം അതല്ലേ പഠിപ്പിക്കുന്നത്. ബൈബിളിൽ ഒരുപാട് ജീവിതങ്ങൾ അതല്ലേ പഠിപ്പിക്കുന്നത് നമ്മളെ. വിലാപങ്ങളുടെ പുസ്തകത്തിൽ 3:41 ബുക്ക് ഓഫ് ലാമെന്റേഷൻ ചാപ്റ്റർ 3 വേഴ്സ് 41, നമുക്ക് നമ്മുടെ ഹൃദയവും കരങ്ങളും സ്വർഗസ്ഥനായ ദൈവത്തിങ്കിലേക്ക് ഉയർത്താം. കണ്ടോ വചനം വരുന്ന വഴി കണ്ടോ നിങ്ങൾ? ഹൃദയം കരങ്ങൾ, ഹൃദയം കരങ്ങൾ, ഹൃദയം കരങ്ങൾ, ആവർത്തിച്ച് വരിക. വിലാപങ്ങളുടെ പുസ്തകം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ബാബിലോൺ അടിമത്തത്തിന്റെ കാലഘട്ടത്തിൽ ബാബിലോണിന്റെ കരയിൽ അവിടെ ഇരുന്നുകൊണ്ട് ഒരു ദൃക്സാക്ഷി നടത്തുന്ന വിവരണമാണ് വിലാപകന്റെ പുസ്തകം. അവിടെ ഒരു സൊല്യൂഷൻ പറയുകയാണ്.
ഒരു സൊല്യൂഷനും ഇല്ല. അടിമത്തത്തിലാണ്, തകർച്ചയിലാണ്. രക്ഷിക്കുമെന്ന് കരുതിയവർ ആദ്യം തന്നെ വീണുപോയി. നോ ഹോപ്പ്. അങ്ങനെ ഇരിക്കുന്ന സമയത്തുള്ള ഹോപ്പ് എന്ന് പറയുന്നത് പ്രത്യാശ പോയിട്ടില്ല. അവർ പറയാണ്, നമുക്ക് നമ്മുടെ ഹൃദയവും കരങ്ങളും സ്വർഗസ്ഥനായ ദൈവത്തിലേക്ക് ഉയർത്താൻ പറഞ്ഞ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അങ്ങനെ വിളിച്ചപേക്ഷിക്കാൻ തുടങ്ങിയാൽ സംഭവിക്കുന്ന കാര്യത്തെക്കുറിച്ച് നിയമാവർത്തനം 4:7 ഇത് കാണാതെ അറിയത്തില്ലാത്തവർ വേഗം വിട്ടുപോവുക. നിയമാവർത്തനം 4:7 എന്താ പഠിപ്പിക്കുന്നറിയോ? നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെ നമ്മുടെ ദൈവമായ കർത്താവ് സമീപസ്ഥനായിരിക്കുന്നത് പോലെ ദൈവം ഇത്ര അടുത്തുള്ള വേറെ ഏത് ശ്രേഷ്ഠ ജനതയാണുള്ളത്? ചോദിക്കുക, ചലഞ്ച്. ഇങ്ങനെ വരുന്ന വേറെ ഏത് ദൈവമാണുള്ളത്? അതിന്റെ അർത്ഥം യേശു അല്ലാതെ വേറൊരു ദൈവമില്ല. പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അല്ലേ? രണ്ട് അന്ധന്മാർ അവിടെ നിന്നോട്ട് വിളിച്ച് അപേക്ഷിക്കുകയാണ്, ദൈവങ്ങൾ വരുമല്ലേ? പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. വർഷരോഗികളുടെ സൈഡിൽ നിന്ന് നിലവിളിക്കുക, ഈശോ കൊണ്ട് ചെല്ലുമല്ലേ? അല്ലേ? ഇന്നത്തെ കാലത്ത് ഒരു കല്യാണത്തിന് പോലും ചുമ്മാ വിളിച്ചാൽ വരികയല്ല. കുറി കൊടുക്കണം, വീട്ടിൽ ചെന്ന് വിളിക്കണം, ശരിയല്ലേ? ചില സ്ഥലങ്ങളിൽ മരിച്ചടക്കിന് പോലും കുറി അടിച്ചു കൊടുക്കേണ്ട സ്ഥിതിയായി. പക്ഷേ ബൈബിളിൽ വിളിച്ചാൽ ചുമ്മാ ചിന്തിച്ചു നോക്കിയേ, വിളിച്ചാൽ നമ്മുടെ അടുത്ത് വരുന്ന ഒരു ഈശോ, ഒരു ദൈവം, ഒരു കർത്താവ്. അതുപോലെ വേറെ ആരാ, വേറെ ഏത് ജനതയാണ് അങ്ങനെ ഉള്ളത്? അതുതന്നെ ഉറപ്പായിട്ടും അതിനെ വീണ്ടും വെളിപ്പെടുത്തുകയാണ്. സങ്കീർത്തനം 145:18 തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക്, ഹൃദയ പരമാർത്ഥതയോടെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ, ജീവിതത്തിൽ പ്രതിസന്ധികളോ പ്രശ്നങ്ങളോ എന്തെങ്കിലും ആകട്ടെ, പല തരത്തിൽ, അത് ഏത് ജീവിതാവസ്ഥയിലുള്ളവർക്കുണ്ടാവും. അങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിൽ മനുഷ്യൻ ചെയ്യേണ്ട കാര്യമെന്ന് പറയുന്നത് ബൈബിൾ ആവർത്തിക്കുകയാണ്, ഹൃദയം കർത്താവിൽ ഉറപ്പിച്ച് കരങ്ങൾ ഉയർത്തി കർത്താവിൻ്റെ നാമത്തെ അതുപോലെ വിളിച്ച് പ്രാർത്ഥിക്കണം. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം ഇതാണ്. അതിങ്ങനെയാണ് സഹോദരങ്ങളെ, കാര്യങ്ങളെല്ലാം കൈവിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്തും നമ്മൾ വചനത്തിൽ അതുപോലെ വിശ്വസിച്ചുകൊണ്ടിരിക്കണം. പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അവിടെയൊക്കെയാണ് ദാനിയേലൊക്കെ കണ്ട് ചലഞ്ച് ചെയ്യാണ്. സിംഹക്കുഴിയിൽ എറിയുമ്പോൾ, അല്ലാന്നുണ്ടെങ്കിൽ തീയിലേക്കൊക്കെ വലിച്ചെറിയുമ്പോൾ പറയുന്ന വചനം എന്താ? ഈ എരിയുന്ന തീച്ചുള്ളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാൻ കഴിവുള്ളവനാണ് ഞങ്ങളുടെ ദൈവം, അവൾ ഞങ്ങളെ രക്ഷിക്കുക തന്നെ ചെയ്യും. ഈ രക്ഷിച്ചില്ലേലും ഞങ്ങൾ ഇതിൽ തന്നെ ഉറച്ച് വിശ്വസിച്ച് നിൽക്കും. അവരെ പ്രഖ്യാപിക്കുക. പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അപ്പോഴും നമ്മൾ ഇങ്ങനെയൊക്കെ പോകുമ്പോൾ നമ്മുടെ വചനത്തിൽ അതുപോലെ ശരണപ്പെട്ട് വിശ്വസിച്ച് പിടിച്ച് ഈ ഉടുമ്പ് പിടിക്കാന്നൊക്കെ പറയുന്ന പോലെ, ചില ജീവികളുണ്ട് ഇപ്പോൾ കടിച്ച് മരിക്കാന്നൊക്കെ പറയുന്ന പോലെ അതുപോലെ നിൽക്കണം വചനത്തിൽ പിടിച്ചു. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷത്തിൽ 5-ാമത്തെ അധ്യായത്തിൽ 36-ാം തിരുവചനം, ഗോസ്പൽ ഓഫ് സെന്റ് മാർക്ക് ചാപ്റ്റർ 5:36. അത് കേട്ട് യേശു സിനഗോഗ് അധികാരിയോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അപ്പൊ സിനഗോഗാദിയുടെ മകള് രോഗം ബാധിച്ച് വീട്ടിൽ കിടക്കുന്ന വന്ന് സുഖപ്പെടുത്താമെന്ന് പറയുന്ന ഈശോ പുറപ്പെടുന്ന കാര്യങ്ങളെല്ലാം മുന്നോട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇടയ്ക്ക് വെച്ച് ആൾക്കാർ വന്നിട്ട് പറയാണ്, ഗുരുവിനെ ബുദ്ധിമുട്ടിപ്പിക്കേണ്ട, അവൾ മരിച്ചുപോയി. അവ സ്വാഭാവികമായിട്ടും ഇനി സിനഗോഗാദികാർക്ക് ഒരു പ്രതീക്ഷയില്ലല്ലോ, അല്ലേ? ഒരു പ്രതീക്ഷയില്ല. എന്നാൽ പിന്നെ ഗുരു നല്ല മനസ്സിന് നന്ദി, അല്ലേ എന്നൊക്കെ പറഞ്ഞ്, എന്നാൽ ഇനിയിപ്പോൾ ടെൻഷൻ പിടിക്കുക, വരണ്ട, വരാനൊരു മനസ്സ് കാണിച്ചല്ലോ എന്നൊക്കെ പറഞ്ഞ് ഈശോയ്ക്ക് നന്ദിയൊക്കെ പറഞ്ഞ് അങ്ങോട്ട് വിടാനാണ് സിനഗോഗ് അധികാരി എടുക്കാൻ പോകുന്നൊരു സ്റ്റെപ്പെന്ന് കണ്ടോണ്ട് യേശു മുൻകൂട്ടി കൂടി തടയുക. അതാ പറഞ്ഞത്, ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയ. അവിടുന്ന് വാക്ക് മാറാത്തവനാണ്, അവിടുന്ന് ഉടമ്പടി പാലിക്കുന്നവനാണ്, അവിടുന്ന് വാഗ്ദാനങ്ങൾ വിശ്വസ്തനാണ്. അതല്ലേ ബൈബിളിന്റെ ചരിത്രം. ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയ. വിശ്വസിക്കണം. ആദ്യത്തേത് വിളിച്ചപേക്ഷിക്കണം. വിശുദ്ധ മത്തായി സുവിശേഷത്തിൽ 8:13 യേശു ശതാധിപനോട് പറഞ്ഞു, പോയിക്കൊള്ളുക, നീ വിശ്വസിച്ചതുപോലെ നിനക്ക് ഭവിക്കട്ടെ. ആ സമയത്ത് തന്നെ ഭൃത്യൻ സുഖം പ്രാപിച്ചു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കുന്ന സമയത്താണ് ദൈവിക ഇടപെടൽ ഉണ്ടാകുന്നത്. വചനത്തിൽ വിശ്വസിക്കുന്ന സമയത്ത് ദൈവിക ഇടപെടലാണ്, അല്ലേ? പരിശുദ്ധ അമ്മ ആ ദൂതൻ പറഞ്ഞ വചനത്തിൽ വിശ്വസിച്ചു, അപ്പൊ ദൈവിക ഇടപെടലാണ്.
ചിന്തിച്ചു നോക്കിയേ, ബൈബിളിൽ പുതിയ എത്ര ഉദാഹരണം. അവൻ പറഞ്ഞ വചനത്തിൽ വിശ്വസിച്ച് അവർ പോകും വഴി അവർ സൗഖ്യം പ്രാപിച്ചു, കുഷ്ഠരോഗികൾ. അപ്പോൾ കർത്താവ് പറഞ്ഞ വചനങ്ങളിലുള്ള വിശ്വാസക്കുറവ് എപ്പോൾ വരുന്നോ അപ്പോൾ ഭയം വരാൻ വേണ്ടി തുടങ്ങും, പേടി വരാൻ വേണ്ടി തുടങ്ങും, ടെൻഷൻ വരാൻ വേണ്ടി തുടങ്ങും, ശരണം കുറയാൻ വേണ്ടി തുടങ്ങും. വിശുദ്ധ മത്തായി വിശേഷത 8-ാമത്തെ അധ്യായത്തിൻ്റെ 25-26 തിരുവചനങ്ങൾ. ശിഷ്യന്മാർ അടുത്ത് ചെന്ന് അവനെ ഉണർത്തി അപേക്ഷിച്ചു, കർത്താവെ രക്ഷിക്കണമേ, ഞങ്ങളിത് നശിക്കുന്നു. അവൻ പറഞ്ഞു, അല്പവിശ്വാസികൾ, നിങ്ങൾ എന്തിനു ഭയപ്പെടുന്നു? പിന്നെ ഈശോ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾക്കറിയാം. ഒരുമിച്ച് പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരുമിച്ച് പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ഒരുപാട് കൊടിയ ദുരിതത്തിലും ഞെരുക്കങ്ങളിലും അകപ്പെട്ട് പോകുമ്പോഴും കർത്താവിൻ്റെ വചനത്തിലുള്ള വിശ്വാസം നമ്മൾ കളയരുത്. വാഗ്ദാനങ്ങൾ വിശ്വാസം കളയരുത്. അവിടെ പിടിച്ചു കയറണം. പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ഓർക്കണ്ടേ, സഖിയോനിൽ ഒരു വ്യക്തി സാക്ഷ്യം പറഞ്ഞ് ഓർക്കാണ്. അദ്ദേഹം അതൊരു കാര്യം ചെയ്യാം, നിങ്ങൾ കണ്ടത് കുറച്ചുകൂടി ഇങ്ങോട്ട് ക്ലിയർ ആവും. അദ്ദേഹം ആ പ്രതിസന്ധിയുടെ സമയത്ത് ശരിക്കും പറഞ്ഞാൽ ഓരോ എപ്പിസോഡും കേട്ട് വചനം കേട്ടിടങ്ങൾ വിശ്വാസത്തിൽ അങ്ങ് പിടിച്ച് പ്രാർത്ഥിച്ച് ഒന്ന് ശ്രദ്ധിക്കാം. എൻ്റെ പേര് അജീഷ്, സ്ഥലം മാനന്തവാടി, വയനാട്ടിൽ. ഞാൻ ഒരു ജർമ്മൻ കെമിക്കൽ കമ്പനിയുടെ 50 കോടി ടേൺ ഓവർ ഉള്ള ഒരു ജർമ്മൻ കെമിക്കൽ കമ്പനിയുടെ കൺട്രി ഹെഡാണ് ഇന്ത്യയിൽ. ഞാൻ പഠിക്കാനായിട്ട് യൂറോപ്പിൽ പോയി. അവിടെ വെച്ച് വിശ്വാസത്തിൽ കുറച്ച് താണുപോയി. പിന്നെ ഈ കമ്പനിക്ക് വേണ്ടി ഇവിടെ ബ്രാഞ്ച് തുടങ്ങാനായിട്ട് ഇവിടെ വന്നു. ഇവിടെ വന്നിട്ട് ബിസിനസ്സൊന്നും ഒരു വളർച്ചയില്ലായിരുന്നു. അന്നേരം ഞാൻ ഈ അഭിഷേകാഗ്നി 1-ാമത്തെ എപ്പിസോഡ് തൊട്ട് ഓരോ ദിവസവും ജോലിക്ക് മുമ്പ് കണ്ട് അഭിഷേകത്തിന് എഴുതി വെച്ച് 1, 2, 3 അങ്ങനെ ഓരോന്ന് കണ്ട് പ്രാർത്ഥിച്ചു. 0 ടേൺ ഓവറിൽ നിന്ന് ഇപ്പം 50 കോടി ടേൺ ഓവറിലേക്ക് കമ്പനി 10 വർഷം കൊണ്ട് വളർന്നു. കർത്താവ് കമ്പനീനെ പെട്ടെന്ന് തടസ്സങ്ങൾ മാറ്റിയാണ്. 0 അതെന്ന് പറഞ്ഞാൽ ആദ്യം തുടക്കത്തിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അല്ലേ. പക്ഷേ പെട്ടെന്ന് വചനം കേട്ട് ഈ കമ്പനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച സഹോദരൻ. പിന്നെ കല്യാണം കഴിഞ്ഞിട്ട് കമ്പനി നന്നായിട്ട് വളർന്നു അല്ലേ, നല്ല ഒരു പേരായി. 10 വർഷം ജൂബിലി ആനിവേഴ്സറി ആയിരുന്നു ഇപ്പോൾ. പിന്നെ കല്യാണം കഴിഞ്ഞിട്ട് 6 വർഷമായിട്ട് മക്കളും ഉണ്ടായില്ല. അപ്പോൾ ഉടനെ തന്നെ ഇവിടെ വന്ന് ധ്യാനം കൂടി അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചു. അച്ഛൻ പറഞ്ഞു, ചികിത്സ ഒത്തിരി ചെയ്തായിരുന്നു. അപ്പം ഡോക്ടർമാർ പറഞ്ഞു IVF ചെയ്യാതെ നിങ്ങൾക്ക് പിള്ളേരുണ്ടാവില്ല എന്ന് പറഞ്ഞു. അപ്പം ഈ ധ്യാനം കൂടിയ വെളിച്ചത്തിൽ ഇത് തെറ്റാന്ന് സഭ അംഗീകരിക്കുന്നില്ല എന്ന് പറഞ്ഞ് ഞങ്ങൾ വീണ്ടും പ്രാർത്ഥിക്കാൻ ഇവിടെ വന്ന് ധ്യാനം കൂടി. അപ്പോൾ അച്ഛൻ പറഞ്ഞു, നിങ്ങൾ സാക്ഷ്യപ്പെടുത്തിയാൽ മതി, നിങ്ങൾക്ക് ദൈവം മക്കളെ തരുമെന്ന് പറഞ്ഞു. അതനുസരിച്ച് നാച്ചുറലായിട്ട് തന്നെ വൈഫ് പ്രഗ്നൻ്റായി ഒരു ആൺകുഞ്ഞിനെ തന്ന ദൈവം അനുഗ്രഹിച്ചു. ഈശോയെ IVF-ന് പോയില്ല അവർ. അത് ദൈവവചനത്തിന് എതിരാണെന്ന് അറിഞ്ഞുകൊണ്ട് IVF-ന് പോയില്ല. അതുകൊണ്ട് ദൈവം നാച്ചുറലായിട്ട് തന്നെ ഇവർക്ക് മക്കളെ കൊടുത്ത് അനുഗ്രഹിച്ചു. സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. അല്ലേ? അടയാളങ്ങൾ കൊണ്ട് വചനത്തെ കർത്താവ് സ്ഥിരീകരിക്കുകയാണ്. ആ വ്യക്തിയുടെ കാര്യം ചിന്തിച്ച് നോക്കിയേ. അവരാ ശരിക്കും പറഞ്ഞാൽ IVF ഒന്നും പാടില്ല എന്ന് കേട്ട് പറഞ്ഞാൽ അത് ശരിക്കും അവരുടെ വചനത്തിന് വേണ്ടിയൊക്കെ നിലനിൽക്കുകയല്ലേ ചെയ്യുന്നത് അല്ലേ? അത് മാത്രമല്ല, ആ കടമാത് കിടക്കുന്ന വചനം കേട്ട് ഓരോ എപ്പിസോഡ്, ഞാൻ കഴിഞ്ഞ ദിവസം തൊട്ട് മുമ്പ് പറഞ്ഞില്ലേ, വചനം കേട്ട് വിശ്വസിച്ച് വചനത്തിനെ കണ്ട് മുറുകെ പിടിച്ച് വിളിച്ച് പ്രാർത്ഥിച്ച് കർത്താവ് ഇടപെട്ട്. അതാണ് സങ്കീർത്തനം 116:10. ഞാൻ കൊടിയ ദുരിതത്തിൽ അകപ്പെട്ടു എന്ന് പറഞ്ഞപ്പോഴും ഞാൻ എൻ്റെ വിശ്വാസം കാത്തു സൂക്ഷിച്ചു. പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. 3-ാമത്തെ സംഗതി എന്ന് പറഞ്ഞ ഇതാണ് സഹോദരങ്ങളെ, ഈ പ്രശ്നങ്ങളോടെ കടന്നു പോകുമ്പോൾ നമുക്ക് ഒരുപാട് നാണക്കേട് വരും, ഒരുപാട് നമ്മൾ അങ്ങോട്ട് ഒരു അവസ്ഥ വരും. അവിടെ നമ്മൾ 3-ാമത് ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യവും വളരെ ഇമ്പോർട്ടൻ്റ് കാര്യമാണ്, എളിമപ്പെട്ട് നിന്നോണം. ആ സമയത്ത് മാക്സിമം എളിമപ്പെട്ടോണം. എളിമപ്പെടാന്ന് പറഞ്ഞാൽ 2 അർത്ഥത്തെ നമ്മൾ മനസ്സിലാക്കണം. 1-ാമത്തെ സംഗതി എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ വന്നിരിക്കുന്ന പാപങ്ങൾ, കുറവുകൾ, പോരായ്മകൾ, അറിഞ്ഞ് ചെയ്തകൾ, നീതിയാന്ന് വിചാരിച്ച് ചെയ്ത അനീതി, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. അതിനെക്കുറിച്ചെല്ലാം നന്നായിട്ട് എളിമപ്പെട്ട് കുമ്പസാരിച്ച് അനുദപിച്ച് കയറണം. അതൊരർത്ഥമാണ്. 2-ാമത്തെ ഒരു അർത്ഥമെന്ന് പറഞ്ഞത് ശരിക്കും പറഞ്ഞാൽ എളിമപ്പെടുന്ന പ്രാർത്ഥനാ രീതികൾ, പരിഹാര, ഉപവാസ, അങ്ങനത്തെ പ്രാർത്ഥനാ രീതികൾ. യോദ്ധത്തിൻ്റെ പുസ്തകം 4:9 ഇസ്രായേലിലെ ഓരോരുത്തരും തീക്ഷ്ണതയോടെ ദൈവത്തെ വിളിച്ച് അപേക്ഷിക്കുകയും കഠിനമായി ഉപവസിച്ച് തങ്ങളെ തന്നെ എളിമപ്പെടുത്തുകയും ചെയ്തു. ഒരുമിച്ച് പറഞ്ഞു ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ അതുകൊണ്ട് എൻ്റെ ചിലപ്പോൾ ചില കടുത്ത പ്രതിസന്ധികളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് എന്താ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഇപ്പോൾ ഒരു കടബാധ്യത അല്ലെന്ന് വിചാരിക്കുക, വേറൊരു തരത്തിലുള്ള പ്രതിസന്ധി, നമ്മുടെ ഒരു സൽപ്പേരുണ്ട്, അങ്ങനത്തെ എന്തെങ്കിലും പ്രശ്നം വിചാരിക്കുക.
ആ സമയത്തൊക്കെ ശരിക്കും പറഞ്ഞാൽ ദൈവം നമ്മുടെ കൂടെ നിൽക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ അതുപോലെ എളിമപ്പെട്ട് നിൽക്കണം. കാരണം എളിമയില്ലാത്തടത്ത് പിശാച് വസിക്കുമെന്ന് ഒരുപാട് വിശുദ്ധാത്മാക്കൾ വെളിപ്പെടുത്തലുണ്ട്. ഞാൻ മറ്റൊരു എപ്പിസോഡ് പറഞ്ഞുതരാം, അതിനിപ്പോൾ ഓർമ്മക്കാണ്. ജോബിൻ്റെ പുസ്തകം 30:11. ദൈവം എൻ്റെ വില്ലിൻ്റെ ഞാൻ അയച്ച് എന്നെ എളിമപ്പെടുത്തിയതിനാൽ അവർക്ക് കടിഞ്ഞാൻ ഇല്ലാതായിരിക്കുന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അപ്പൊ നമ്മൾ അവിടെ എളിമപ്പെടുന്ന സാഹചര്യങ്ങൾ, നമ്മൾ വീണ്ടും കൊമ്പ് കുറക്കുന്നത് പോലെ തരത്തിലുള്ള സംഗതികൾ കയറി വന്നാൽ സംഭവിക്കുന്ന കാര്യമെന്ന് പറയുന്നത് പിശാചിന് കടിഞ്ഞാൻ കിട്ടും. നമ്മുടെ മേൽ അവർക്ക് ഗ്രിപ്പ് കിട്ടും, പിശാചിന് പിടുത്തം കിട്ടും. പിടുത്തം കൊടുക്കരുത്. പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നാലാമത്തെ സംഗതി എന്ന് പറയുന്നത്, എൻ്റെ സഹോദരൻ അപ്പോൾ വിളിച്ചപേക്ഷിക്കണം. അതേപോലെ തന്നെ വചനം അതുപോലെ വിശ്വസിച്ച് പിടിച്ചു നിന്നോണം. ആ സമയത്ത് എളിമപ്പെടുന്നാൽ അവരുടെ കൂടെ ദൈവം തമ്പൊടിക്കും. മാക്സിമം എളിമ 2 തരത്തിൽ. ഒന്നെന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ അവിടെ അനുതാപത്തിൻ്റെ എളിമപ്പെടലും, 2 ഇത്തരത്തിലുള്ള എളിമപ്പെടലും. ഇത് 2 ഒരുമിച്ച് പോകണം. പരിഹാര പരിത്യാഗ എളിമപ്പെടൽ 1, പിന്നെ അതേപോലെ തന്നെ നമ്മുടെ സൽപ്പേര് നാണം കെടൽ, അവിടെ എല്ലാം നമ്മൾ വീറോടെ വാദിക്കാനും തിരിച്ചു പറയാൻ നിൽക്കരുത്. എളിമപ്പെട്ട് നിൽക്കുക. കാരണം മറ്റൊന്ന് കടിഞ്ഞാൻ കൊടുക്കരുത്. ഇത് യുദ്ധത്തിൻ്റെ നിർണായക സമയമാണ്, പിശാച് ബന്ധിക്കപ്പെടുന്ന സമയമാണ്. അങ്ങനെ ഇത്രയും കാര്യങ്ങൾ ചെയ്തോണ്ട് നീ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. നിന്നെ ശല്യപ്പെടുത്തുന്ന ഒരു ദുഷ്ടാരൂപതയാണ് ബന്ധിച്ച് പ്രാർത്ഥിക്കണം. പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അതാണ് 4ാമത്തെ തലമെന്ന് പറയുന്നത്, അല്ലേ? നിങ്ങൾ ചിന്തിച്ച് നോക്ക്, ഈശോ മരുഭൂമി പ്രലോഭനത്തിൻ്റെ സമയത്ത് ഇങ്ങനത്തെ സാഹചര്യങ്ങൾ വരുമ്പോൾ ഈശോ പിശാചിനെ ശാസിക്കുകയും ബന്ധിക്കുകയും ചെയ്യാം. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങൾ, അതും നിസ്സാരമായിട്ട് കണക്കാക്കരുത്. ഞാൻ സമയക്കുറവുകൊണ്ട് പെട്ടെന്ന് ഷോർട്ടാക്കി പറയുകയാണ്. ബെന്റുമാർപ്പാപ്പ പറഞ്ഞിരിക്കുന്ന കാര്യമുണ്ട്, എവിടെയെങ്കിലുമൊക്കെ സഭ ഇങ്ങനത്തെ ചില ക്ഷീണിച്ചൊക്കെ പോകുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ ഡെലിവറൻസ് പ്രാർത്ഥനകൾ നടത്തണമെന്ന് മാർപ്പാപ്പ പറഞ്ഞൊരു കാര്യം ഞാൻ വായിച്ചു ഓർക്കാണ്. പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. വിളിച്ചപേക്ഷിക്കണം, വചനത്തെ അതുപോലെ വിശ്വസിച്ചുകൊണ്ടിരിക്കണം. ആ സമയത്ത് അതുപോലെ എളിമപ്പെട്ടോണം. ഒപ്പം തന്നെ പിശാചിനെ ബന്ധിക്കുകയും ചെയ്യണം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, കേട്ട വചനത്തിൻ്റെ വെളിച്ചത്തിൽ ഈശോയുടെ സജീവ സാന്നിധ്യത്തിൽ ഈശോ നമ്മളെ ആശീർവദിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അവസാനം നമ്മൾ കേട്ടത് ഡെലിവറൻസ് പ്രാർത്ഥന ഇടയ്ക്കിടയ്ക്ക് നടത്തണം. മാമോദീസ സ്വീകരിച്ച, ഈശോയെ രക്ഷകനെ നാഥനുമായി സ്വീകരിച്ച ഓരോരുത്തരും തങ്ങളുടെ മേൽ ആധിപത്യങ്ങളെ ശാസിക്കാനൊക്കെ കർത്താവ് നമുക്ക് അധികാരം തന്നിട്ടുണ്ട്. ചിലത് സഭയുടെ പ്രത്യേക അനുഭവത്തോട് വേണം. വൈദികർക്ക് കർത്താവ് ഇങ്ങനത്തെ ചില അധികാരങ്ങൾ കൊടുത്തിട്ടുണ്ട്, നമുക്കറിയാം. അപ്പം അതിനെല്ലാം വിളിച്ചത് പ്രാർത്ഥിക്കുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇപ്പോൾ നമ്മൾ പ്രതിസന്ധികളിൽ നിന്ന് കടന്നു പോകുന്നുണ്ടെങ്കിൽ പ്രാർത്ഥിക്കുകയാണ്. ഒന്ന്, കർത്താവിനെ നന്നായിട്ട് വിളിച്ചപേക്ഷിക്കണം. 2ാമത്തെ കാര്യം, നന്നായിട്ട് വചനത്തിലൊക്കെ ശരണപ്പെടണം, വിശ്വസിക്കണം. 3, നന്നായിട്ട് അനുദപിക്കണം. 4, നമ്മളിങ്ങനത്തെ പ്രാർത്ഥനകളിൽ സമ്മതിക്കണം. കാര്യങ്ങൾ ഉയർത്തി ആദ്യത്തെ 3 കാര്യങ്ങൾ മനസ്സിൽ ഓർത്തും അനുദപിച്ചും എളിമപ്പെട്ടും പ്രാർത്ഥിച്ചും ചില തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ സ്തുതിക്കുന്ന സമയത്ത് ഒരു ഡെലിവറൻസ് പ്രാർത്ഥന നടത്തപ്പെടുന്ന സമയമാണ്. കരങ്ങൾ ഉയർത്തി നിലവിളിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല 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 ഹല. ഓ കർത്താവായ ദൈവമേ, ലൂക്കാ 9:1-2 അവൻ 12 പേരെ അടുത്ത് വിളിച്ച് സകല പിശാചുകൾ അവർക്ക് അധികാരവും ശക്തിയും കൊടുത്തു. അതോടൊപ്പം രോഗികളെ സുഖപ്പെടുത്താനും എന്ന വചനത്തിന്റെ അധികാരം ഉപയോഗിച്ച് റോമ 16:20 സമാധാനത്തിന്റെ ദൈവം ഉടൻ തന്നെ പിശാചിനെ നിന്റെ കാൽക്കലൊക്കെ തകർത്ത് കളയും എന്ന വചനത്തിന്റെ അധികാരം ഉപയോഗിച്ച് തിരുസഭയിൽ നൽകിയിരിക്കുന്ന പൗരോഹിത്യത്തിന്റെ എല്ലാ കൃപകളോട് യോജിച്ചു നിന്ന് കൊണ്ടുണ്ട്. ഓ കർത്താവേ, ഈശോമിശിഹായുടെ കുരിശുമരണത്തിന്റെ ഉത്ഥാനത്തിന്റെ യോഗ്യതയാൽ സഭയുടെ യോഗ്യതയോട് ചേർന്ന് നിന്നുകൊണ്ട്, ഓ കർത്താവേ, സേവക മണ്ഡാലിച്ചന്റെയും പ്രിയപ്പെട്ട സഹവൈദ്യരെയും കൂട്ടായ്മയിൽ കാര്യങ്ങൾ ഉയർത്തി ചങ്കുപെട്ട് നിരവധി പ്രാർത്ഥിക്കുന്ന ഈ ദാസന്മാരെ കുടുംബങ്ങളിൽ സഞ്ചരിക്കുന്ന ദുരാത്മ സേനകളെ, നാരക സേനകളെ, ദുഷ്പ്രവർത്തനങ്ങളെ, പൈശാചിക ആധിപത്യങ്ങളെ, രോഗപീഠകളെ, തടസ്സങ്ങളെ, ദുർദർശങ്ങളെ നസറാന്റെ യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്ന ഇവരിൽ നിന്ന്, കുടുംബങ്ങളിൽ നിന്ന്, ശുശ്രൂഷയിൽ നിന്ന് ഇപ്പോൾ വിട്ടൊഴിഞ്ഞ് നിത്യാഗ്നിയിൽ നിപതിക്കട്ടെ. തകരട്ടെ ശത്രുവിൻ കോട്ടകൾ, കോട്ടകൾ ഉയരട്ടെ യേശുവിൻ ജയക്കൊടി. വചനവാളെടുത്ത് എതിർക്കുവിൻ യേശുവിൻ നാമത്തിനാൽ. തകരട്ടെ ശത്രുവിൻ കോട്ടകൾ, ഉയരട്ടെ യേശുവിൻ ജയക്കൊടി. വചനവാളെടുത്ത് എതിർക്കുവിൻ യേശുവിൻ നാമത്തിനാൽ. കൈകൾ ഉയർത്തി ഉച്ചത്തിൽ വിളിക്കുന്നു. യേശുവിൻ നാമത്തിനാൽ